നമസ്കാരം. ഒരു സിനിമ കൊണ്ടു ഇറങ്ങി. മലയാളികളെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഇല്ലാത്ത 8 മാസം, മമ്മൂക്ക ഇല്ലായിരുന്ന 240 ദിവസം. ഒരു ഇടവേള എടുത്ത് മമ്മൂക്ക പോയിരിക്കുകയായിരുന്നു. അതിനുശേഷം മമ്മൂക്ക വന്നിട്ട് സ്ക്രീനിൽ അഴിഞ്ഞാടി. ഏത് സിനിമയാണ്? കളങ്കാവൽ. ഗംഭീരമായി മമ്മൂക്കയുടെ പെർഫോമൻസ് കേട്ടോ. മമ്മൂക്ക എപ്പോഴും വാർത്താ സമ്മേളനത്തിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് സിനിമയോടുള്ള ഭ്രാന്ത് തുടരുകയാണ്. സിനിമയോടുള്ള ഭ്രാന്താണ്. യഥാർത്ഥത്തിൽ ഈ സിനിമയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, മമ്മൂക്കക്ക് സിനിമയോടുള്ള ഭ്രാന്ത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. മമ്മൂക്ക അല്ലാതെ ഇത്തരമൊരു സിനിമയിൽ അഭിനയിക്കാൻ ആരും മുന്നോട്ട് വരില്ല എന്നുമാണ് ഞാൻ മനസ്സിലാക്കിയത്. മമ്മൂക്കക്ക് മാത്രമേ ഇത്തരമൊരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുള്ളൂ. ജിതിൻ കെ ജോസ്, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. ഒരിക്കലും നമ്മൾ ആദ്യ ഡയറക്ടർ എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അദ്ദേഹം ഈ സിനിമ ഗംഭീരമായിട്ട് പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ കഥ കേട്ട് വളർന്ന ഒരു കഥയാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകം. അത് ആ കഥയുമായിട്ട് സാമ്യമുണ്ടോ എന്ന് വെച്ചാൽ ആ കഥയാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചത്. സൈനേഡ് മോഹൻ്റെ കഥ. അതും ഈ സിനിമയുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പം ആ കഥ വായിച്ച ഒരു വ്യക്തി എന്ന നിലയിലേക്ക് പറയുന്നു, ആ കഥയിലൂടെ സാമ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമ കണ്ടാൽ നമുക്ക് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി, ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ്. ഫൈസൽ അലി, എഡിറ്റ് ചെയ്തിരിക്കുന്ന പ്രവീൺ പ്രഭാകർ, സംഗീതം നൽകിയിരിക്കുന്ന മുജീബ് മജീദ്, നിർമ്മാണം പിന്നെ പറയാനില്ലോ മമ്മൂട്ടി കമ്പനിയാണ്, വിതരണം ദുൽഖർ കമ്പനിയാണ്, വേഫെയർ സിനിമകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകും. ഒരു മമ്മൂക്കയുടെ ജീവിതത്തിൽ ഇത്രം കാതൽ ഒരു ചലഞ്ചായിട്ട് മമ്മൂക്ക എടുത്തിരുന്നു. കളങ്കാവിലും ഒരു ചലഞ്ചായിട്ട് മമ്മൂക്ക എടുത്തിരുന്നു. മമ്മൂക്ക വില്ലൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് വേണം മമ്മൂക്കായെ പറയാൻ. അപ്പം മമ്മൂക്കായോട് വെറുപ്പ് തോന്നുന്നു, ചിലപ്പോൾ ഇഷ്ടം തോന്നുന്നു, അങ്ങനെ പല സിനിമകളും. പക്ഷേ വെറുപ്പ് തോന്നിയാലും മമ്മൂക്കായെ നമ്മൾ സ്നേഹിക്കും. പക്ഷെ ആ രീതിക്ക് വില്ലൻ കഥാപാത്രം, ഞാൻ പറഞ്ഞില്ലേ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പേര് പറയാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും യോജ്യമായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സൈനേഡ് മോഹൻ്റെ കഥ നമ്മൾ കേട്ട് വായിച്ചവർ ഒത്തിരിയുണ്ട്. പക്ഷെ അതിൻ്റെ കഥയും ഈ ഡയറക്ടർ ജിതിൻ കെ ജോസ് പറഞ്ഞു വെച്ച കഥയുമായിട്ട് എന്തുമാത്രം ബന്ധങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മമ്മൂക്കാക്ക് 21ഓളം നായികമാരാണ് ഈ സിനിമയിലുള്ളത്. മമ്മൂക്കയുടെ പ്രണയം കാണിക്കുന്നുണ്ട്, മമ്മൂക്കയുടെ സംസാര രീതി കാണിക്കുന്നുണ്ട്, മമ്മൂക്ക ഇവരോടുള്ള ഇഷ്ടം കാണിക്കുന്നുണ്ട്. പിന്നീട് മമ്മൂക്ക ഇവരോട് കാണിക്കുന്ന ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് വിനായകൻ്റെ. പറയാതിരിക്കാൻ പറ്റില്ല, വിനായക താങ്കൾ ഒരു ആക്ടറാണെന്ന് തെളിയിച്ച് കഴിഞ്ഞിരുന്നതുകൊണ്ട് ഇതിനു മുമ്പേ മമ്മൂക്ക ചേർത്ത് നിർത്തിയത് അതുകൊണ്ട് തന്നെയാണ്. അഭിനയിക്കാൻ ഇത്രയും കഴിവുള്ള ഒരു നടൻ വേറെ ഇല്ല എന്ന് മമ്മൂക്ക പറയുന്നത് സത്യസന്ധമാണ്. ഈ സിനിമയിലും താങ്കൾ അതേ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. അതോടൊപ്പം ജിബിൻ, നമുക്കറിയാം, ഇപ്പം ഒരു സിനിമ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സിനിമയിലേക്ക് കയറി ജിബിൻ ഗോപിനാഥ് ഗംഭീരമായിട്ട് ഒരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ മമ്മൂക്കയുടെ ഓരോ വില്ലത്തരങ്ങളും, മമ്മൂക്ക സിഗരറ്റ് വലിക്കുന്നത് നമ്മൾ ട്രെയിലറിൽ കണ്ടു. പക്ഷേ സിനിമ കാണുമ്പോൾ മമ്മൂക്ക സിഗരറ്റ് വെച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് കൊതിയാവും. ഇങ്ങനെയൊക്കെ ഒരു നടന് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിപ്പോകും. സിഗരറ്റിന്മേലുള്ള മാജിക്ക്, സിഗരറ്റിൻ്റെ പുകയിലുള്ള മാജിക്ക്, അങ്ങനെ എല്ലാത്തിലും മാജിക്ക് തരികയാണ് മമ്മൂക്ക. അപ്പോൾ മമ്മൂക്ക അവസാന ക്ലൈമാക്സ് ഒരു രക്ഷയുമില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ക്ലൈമാക്സ് ആണ് ഡയറക്ടർ കൊണ്ടുവച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ക്ലൈമാക്സ് ഇങ്ങനെ ആവുമെന്ന്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ഹാഫ് ഒന്ന് മെല്ലെ മെല്ലെ അങ്ങ് പോയി കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെ തന്നെ നമുക്കറിയാം സിനിമ തൂക്കാൻ പോവാണെന്ന്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ അറിയാം സിനിമയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതെങ്ങനെ തീരും, എങ്ങനെ തീർക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ഈ സിനിമ പറഞ്ഞു വെച്ചിരിക്കുന്നു. മമ്മൂക്ക നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക ഇല്ലായിരുന്ന 8 മാസം, ദിവസം എണ്ണിയാൽ 240 ദിവസം. സ്ക്രീനിൽ താങ്കളെ കണ്ടില്ല, ഒരു സിനിമയും റിലീസില്ല, താങ്കളെ കാണാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷെ മമ്മൂക്കയുടെ ഒരു തിരിച്ചു വരവ് ഞങ്ങൾ ആഘോഷമാക്കുന്നു, മലയാളികൾ ആഘോഷമാക്കുന്നു. പക്ഷേ താങ്കൾ ഒരു വില്ലനാണോ ഒരു നായകനാണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ കളങ്കാവിൽ എന്ന സിനിമ എന്ന കാര്യത്തിൽ മാറ്റമില്ല. കാണാം ഇനിയും ഒത്തിരി കഥാപാത്രങ്ങളുടെ മമ്മൂക്കായെ നമുക്ക്.
ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.